കഥാപാത്രങ്ങളിലൂടെ എക്കാലവും സിനിമാ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന നടൻ ഇത്തവണയും നമ്മെ ഞെട്ടിച്ചു. കൊടും ക്രൂരവില്ലനായി മമ്മൂട്ടി എത്തി. കളങ്കാവൽ തിയേറ്റർ കത്തിച്ചു. കത്തിക്കയറി മമ്മൂട്ടിയും വിനായകനും. അടിമുടി ഗംഭീര വർക്ക്, മികച്ച പ്രതികരണങ്ങൾ. കളങ്കാവൽ അങ്ങനെ മുന്നേറുകയാണ്. എന്താണ് ഈ കളങ്കാവൽ എന്ന് അറിയാമോ? ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് കളങ്കാവൽ. രൗദ്രഭാവമുള്ള ദേവീപ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവമാണിത്. ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ്. കളങ്കാവൽ തിരുവനന്തപുരം വെള്ളയാനി ക്ഷേത്രത്തിലെ കാളിയോട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിവരാറുണ്ട്. കളങ്കാവൽ ചടങ്ങ് വെള്ളയാനി ക്ഷേത്രത്തിൽ മാത്രമല്ല, പാച്ചല്ലൂർ, ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളിലും ആചാരമായി നടത്താറുണ്ട്. അതായത് ഈ ചടങ്ങ് എന്ന് പറയുന്നത് കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ കഥയാണ് പറഞ്ഞു പോകുന്നത്. കളങ്കാവൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് വാത്തിത്തിരുമുടി തലയിലേന്തി ദാരികനെ തിരിയുന്ന ദേവിയെ നമുക്ക് കാണാം. ഭക്തർക്കിടയിലേക്ക് തങ്കത്തിരുമുടിയുമായി ചിരിച്ചും ആക്രോശിച്ചും എത്തുന്ന ദേവി ശരിക്കും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്.